ഒരു പില്ലോയ്ക്ക് നമ്മളുടെ മാനിഫെസ്റ്റേഷൻ സ്പീഡപ്പ് ആക്കാൻ കഴിയും. ഈ ഒരു വീഡിയോയിൽ ഞാൻ പില്ലോ ടെക്നിക്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. എങ്ങനെ നമ്മളുടെ ഒരു വിഷ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഡിസയർ മാനിഫെസ്റ്റ് ചെയ്യാൻ പില്ലോ ടെക്നിക്ക് യൂസ് ചെയ്യാമെന്ന്. ഓക്കെ, നിങ്ങൾ പല ആൾക്കാരും കേട്ടിട്ടുണ്ടാവും പില്ലോ ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് പില്ലോ ടെക്നിക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് പകൽ മുഴുവനും നമ്മൾ എന്തെങ്കിലും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെയാണ്. വൈകുന്നേരം രാത്രി വന്ന് കിടന്നാലോ ഓവർ തിങ്കിങ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കുക? എങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കും? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിനൊരു വഴി ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരിക്കണം. ഓക്കെ, എന്തായിക്കോട്ടെ, നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരിക്കണം. അതിൽ നമ്മൾക്ക് ഒരു നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. നമുക്ക് എന്താ വേണ്ടതെന്നുള്ള ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു പേപ്പറിൽ രാത്രി കിടക്കുന്നതിന് മുന്നേ ഒരു പേപ്പറിൽ ഇത് എഴുതുക എന്നുള്ളതാണ്. ഇത് എന്താണ് നമ്മുടെ ആഗ്രഹം, എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തോ ആവാം, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, വീടായിക്കോട്ടെ, അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ പേഴ്സണൽ ഗ്രോത്ത് ആയിക്കോട്ടെ, കരിയർ ഗ്രോത്ത് ആയിക്കോട്ടെ, ബിസിനസ് ഗ്രോത്ത് ആയിക്കോട്ടെ, വാട്ടെവർ നിങ്ങൾ എന്താണെന്നുള്ള ഒരു കാര്യം, ഒറ്റ കാര്യമാണ് തൽക്കാലം. അതിനുശേഷം അത് നിങ്ങളൊരു പേപ്പറിൽ എഴുതുക. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതൊരു പ്രസൻറ്റ് ടെൻസിലായിരിക്കണം എഴുതേണ്ടത്. പ്രസൻറ്റിൽ ആയിരിക്കണം എഴുതേണ്ടത് കേട്ടോ. അല്ല എങ്കിൽ നമുക്ക് പാസ്റ്റ് ടെൻസിലും എഴുതാം. അതൊരു ഈ മാനിഫെസ്റ്റേഷനിലും അതുപോലെ തന്നെ ഈ ഒരു വിഷ്വലൈസേഷൻ അങ്ങനെയുള്ള ലോ ഓഫ് അട്രാക്ഷനിലൊക്കെ എത്ര വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് അത് പാസ്റ്റ് ടെൻസിലും എഴുതാം. അത് എഴുതുക. എഴുതിയതിന് ശേഷം നമ്മളതൊന്ന് വായിക്കുക. സിമ്പിളാണ്. നമ്മളത് വായിക്കുക. വായിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? നമ്മൾ കിടക്കാൻ തുടങ്ങുമല്ലേ, കിടക്കുന്നതിന് മുന്നേ ഈ നമ്മുടെ പില്ലോയുടെ അടിയിൽ വെക്കുക. പില്ലോയുടെ അടിയിൽ വെച്ചതിന് ശേഷം നമ്മൾ കിടക്കുക. കിടന്നതിന് ശേഷം അത് മനസ്സിലൊന്നും കൂടെ പറയുക. ഓക്കെ, എന്താണ് നമ്മൾ എഴുതിയിരിക്കുന്നത് നമ്മളത് ഒന്നും കൂടെ പറയുക. അത് അച്ചീവ് ചെയ്തതായിട്ട് നമുക്ക് സ്വയം ഒന്ന് തോന്നുക. അതിനുശേഷം നമ്മളങ്ങ് ഉറങ്ങിപ്പോകും. അതിനുശേഷം ഡിറ്റാച്ച് ചെയ്യുക. അയ്യോ, അതെനിക്ക് കിട്ടിയേ പറ്റൂ, അത് ഞാൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്കത് എന്തായാലും വരും, അങ്ങനെ ഭയങ്കരമായിട്ടായി വരുമോ, അങ്ങനെ അങ്ങ് ചിന്തിക്കുകയോ സംശയങ്ങളൊന്നും അതിനകത്ത് വേണ്ട. നമ്മൾ ചെയ്ത് നമ്മുടെ പ്രോസസ്സ് കഴിഞ്ഞു. നമുക്കിത് വേണമെങ്കിൽ ഡെയിലി റിപ്പീറ്റ് ചെയ്യാം. ഒരു 30 ഡേയ്സ് പില്ലോ ടെക്നിക്സ് ചെയ്യാം, 21 ഡേയ്സ് ചെയ്യാം, ഇവൻ 7 ഡേയ്സ് ചെയ്യാം. സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് ഇതിൽ, ചെറിയൊരു വിഷയം നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്ത് നോക്കാം. ഇത് വർക്കാകുമോ ഇല്ലയോ എന്നുള്ളത്, എങ്ങനെയാണ് ഇത് വർക്കാകുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ ഇത് വർക്കാകുന്ന കുറച്ച് ആൾക്കാർക്ക് വിശ്വാസം വരും, കുറച്ച് ആൾക്കാർക്ക് ഇത് വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് തോന്നും. ഇതെങ്ങനെയാണ് വർക്കാവുന്നതെന്ന് പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സബ് കോൺഷ്യസ് മൈൻഡും ഉണ്ട്, കോൺഷ്യസ് മൈൻഡും ഉണ്ട്. അതായത് ബോധ മനസ്സുണ്ട്, ഉപബോധ മനസ്സുമുണ്ട്. ബോധ മനസ്സ് നമ്മൾ പകൽ എല്ലാം ഉണർന്നിങ്ങനെ ഇരിക്കും. രാത്രി ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഉപബോധ മനസ്സാണ് ആക്ച്വലി ആക്റ്റീവായിട്ടുള്ളത്, അല്ലേ? നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബോധ മനസ്സ് നമ്മുടെ കൂടെ കിടന്നുറങ്ങും. ഉപബോധ മനസ്സ് അപ്പോഴും ഉണർന്നാണ് ഇരിക്കുന്നത്. ആ സമയത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ കേൾക്കുന്നുണ്ടാവും. ഓക്കെ, അതിനുശേഷം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ബ്രെയിൻ ആൽഫ സ്റ്റേറ്റ് പോവുകയും, ഈവൻ ഈ ഒരു സെയിം സ്റ്റേറ്റ് ആണ് ഹിപ്നോസിസിൽ യൂസ് ചെയ്യുന്നത്. ഒരു റെസിസ്റ്റൻസും ഇല്ലാതെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷെ പകലൊക്കെ ആണെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യത്തില്ല. നമ്മുടെ ബോധ മനസ്സ് ലോജിക്ക് എവിടെ കിടന്ന് കളിക്കും. ഉപബോധ മനസ്സിൽ ആ ലോജിക്കോ അങ്ങനെയൊന്നുമില്ല, അതെന്ത് പറഞ്ഞാലും കേൾക്കും. അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് അപ്പോൾ കൊടുത്തിരിക്കുന്നത്. അല്ല, നമ്മുടെ ആഗ്രഹം സബലീകരിച്ചെന്ന് പറയും, അല്ലെങ്കിൽ സബലീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കൊടുത്തു. ഓക്കെ, കൊടുത്തു കഴിയുമ്പോൾ ഇത് റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാതെ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുകയും അത് പെട്ടെന്ന് മാനിഫെസ്റ്റ് ആകുകയും ചെയ്യും. ഓക്കെ, ഈവൻ നമ്മളുടെ വളരെ ഡീപ്പ് ഇമോഷണൽ ബ്ലോക്സ് വരെ ഇത് മാറ്റാൻ പറ്റുന്ന ഒരു സംഭവമാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈവൻ ഹാർട്ട് ബ്രേക്ക് ആയിക്കോട്ടെ, നിങ്ങളുടെ ഒരു വലിയ ഫെയിലിയർ ആയിക്കോട്ടെ, അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഓവർകം ചെയ്യാം. നിങ്ങളുടെ ഇമോഷൻസ് ഷിഫ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യാം. ഹാപ്പി ആയിട്ടിരിക്കുന്ന ആളായിട്ടാണെങ്കിലും എല്ലാം പോസിറ്റീവായിട്ട് എഴുതണം എന്നുള്ളതേ ഉള്ളൂ. ആ ഡിസയർ, അതിനകത്ത് നെഗറ്റീവായിട്ടുള്ള ഒന്നും വരാൻ പാടില്ല. നമ്മൾ ക്ലിയർ ആയിരിക്കണം നമുക്ക് എന്താ വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതിനുശേഷം അതിൻ്റെ റിസൾട്ട് താഴെ കമൻറ്റ് ചെയ്യാം. ഓൾറെഡി നിങ്ങൾ ഈ ഒരു പില്ലോ ടെക്നിക്സ് ചെയ്യുന്ന ആൾക്കാരാണ് എങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.